എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ കുട്ടി വ്ളോഗാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്നൊന്നും അറിയില്ല. ഞങ്ങൾ എവിടേക്കാണെന്നറിയോ പോണത്? നമ്മുടെ കുന്നേൽ പള്ളി എന്ന് കേട്ടിട്ടുണ്ടോ? കുന്നേൽ പള്ളി ഉണ്ണിമിശിഹ പള്ളിയിലോട്ട് ആണ് പോണത്. ഞാൻ ആദ്യമായിട്ട് പോണതാണ്. അപ്പോൾ പപ്പയും മമ്മിയൊക്കെ അവിടെ പെരുന്നാളാണ്, എട്ടാമടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പോവാൻ എന്ന് വിചാരിച്ചു. കുട്ടികളുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഉണ്ണിമിശിഹ പള്ളിയാണത്. അപ്പോൾ അവിടെ കുറച്ച് നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ പോവാന്ന് വിചാരിച്ച് ഞങ്ങളിതേ പോവാണ് കേട്ടോ. നമ്മുടെ ആലങ്ങാടാണ് ഇതിൻ്റെ ഒരു പള്ളി വരുന്നത്. കുറച്ച് ദൂരം ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന്. അപ്പം ഞങ്ങൾ പോന്നു. നമ്മളിതേ കറക്റ്റ് സ്ഥലത്തെത്തി കാറൊക്കെ പാർക്ക് ചെയ്ത് പള്ളിയിലോട്ട് ഇങ്ങനെ നടക്കാൻ കേട്ടോ. പള്ളിയുടെ അവിടെ എത്തിക്കഴിയുമ്പോൾ തന്നെ നമ്മുടെ മെഴുകുതിരി വിൽക്കാനുള്ളവരും അങ്ങനെയുള്ളവരൊക്കെ പുറകെ നടക്കൽ തുടങ്ങി. അങ്ങനെ നമ്മൾ പള്ളിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ കുറേ കളിപ്പാട്ട കടകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേ സിയാൻ്റെ കണ്ണൊക്കെ തള്ളിയായിരുന്നു കേട്ടോ. അവനിങ്ങനെ ഒരു പെരുന്നാൾ നടക്കുന്ന സ്ഥലത്തേക്കാണ് പോണേന്നൊന്നും അറിയില്ലായിരുന്നു. ഇങ്ങനെ വെറുതെ ഒരു പള്ളി എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ കൂടെ കൂടിയതാണ്. അങ്ങനത്തെ നമ്മൾ പള്ളിയിലൊക്കെ എത്തി. കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് മെയിനായിട്ട് എല്ലാവരുടെ കയ്യിലും കുട്ടികളുണ്ടാവും. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ശിശുപരിപാലനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പള്ളി തന്നെയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ അച്ഛന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുറേ നേർച്ചകളൊക്കെ ഉണ്ട്. മെയിനായിട്ടുള്ള നേർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിള്ളേരുടെ ഡ്രസ്സുകൾ, അതായത് ഉണ്ണീശോന് ഡ്രസ്സുകൾ എടുത്തിട്ട് ഞങ്ങളിതേ കൊച്ചിന് കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് എടുത്തായിരുന്നു, 1.5 വയസ്സിൻ്റെ. അപ്പം അത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആ ഉണ്ണീശോയുടെ മേത്ത് മുട്ടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ അവിടെ തന്നെ ഇടാം, അങ്ങനെയാണ്. അപ്പം അതാണ് ഒരു നേർച്ച. അപ്പം അതിൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഇപ്പോൾ കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ സമർപ്പിച്ചിട്ട് നമ്മളത് നേർന്നു കഴിഞ്ഞാൽ അത് നടന്നു കിട്ടും എന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ അച്ഛൻ തലയ്ക്ക് തൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ അവിടുത്തെ ഉണ്ണിമിശിഹായുടെ രൂപം. അപ്പം ആ രൂപത്തുമ്മയാണ് നമ്മൾ ഡ്രസ്സൊക്കെ ഒന്നില്ലെങ്കിൽ മുട്ടിക്കുക, അല്ലെങ്കിൽ പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു തൊട്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ കൊച്ചുങ്ങളെയൊക്കെ കൊണ്ടുവന്ന് അപ്പനും അമ്മയൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ആദ്യമായിട്ട് പോണ പള്ളിയിൽ നമ്മൾ 3 കാര്യങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കും. അപ്പം ഞാൻ ആദ്യമായിട്ട് വന്ന പള്ളിയാണ്. അപ്പം ഞാനും മനസ്സിൽ 3 കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചായിരുന്നു കേട്ടോ. നടക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ പറയാവേ. അപ്പം ഞങ്ങളും സിയോണിനെ കൊണ്ട് തൊട്ടിൽ ആട്ടിപ്പിച്ചായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കൊച്ചിനെയും കൊണ്ട് തൊട്ടിൽ ആട്ടിപ്പിക്കാൻ നേരത്ത് മമ്മിയാണ് ഫോൺ കൈ പിടിച്ചത്. പക്ഷെ കൊച്ചിൻ്റെ അതൊന്നും കറക്റ്റായിട്ട് കിട്ടണില്ല. പിന്നെ ഞാൻ സിയാൻ്റെയിലേക്ക് ഫോൺ കൊടുത്തിട്ട് സിയാൻ്റെ എടുക്കാൻ പോകണം. അപ്പം സിയോൺ ഉണ്ണിമിശിഹായെ ആട്ടാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് അവിടുത്തെ പ്രത്യേക വഴിപാടുകൾ. നമ്മൾ ഉണ്ണീശോയ്ക്ക് ഉടുപ്പിടിക്കൽ, പിന്നെ ഇതുപോലെ തൊട്ടിലിൽ വന്നിട്ട് നമ്മൾ ഉണ്ണീശോന് ചുംബനം കൊടുക്കൽ. അപ്പം ഇതൊക്കെയാണ് അവിടുത്തെ ഒരു നേർച്ച വന്നത്. എന്നിട്ട് ഞങ്ങൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പള്ളിയുടെ അതിൽ കൂടെ ഒക്കെ ഒന്ന് ചുറ്റിപ്പോയി കണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ടൊരു ആരാധിക്കാനുള്ള ഒരു പള്ളി സ്പെഷ്യലായിട്ടും കൂടി ഉണ്ട്. അപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിലും കൂടി കയറി. ചെയ്യാനാണെങ്കിൽ ഞാൻ നേരത്തെ ആ ഡ്രസ്സ് മേടിക്കാൻ പൈസ കൊടുത്തില്ല, ഒരു 50 രൂപ ബാലൻസ് ഉണ്ടായിരുന്നു. അത് ഞാൻ അവന് പിടിക്കാൻ കൊടുത്തിട്ടുണ്ടായി. അവൻ അതും പിടിച്ചുകൊണ്ട് കളിപ്പാട്ടം മേടിക്കാൻ പോവാം എന്ന് പറഞ്ഞ് ഒച്ചപ്പാടായിരുന്നു. അവൻ ആദ്യം പോണത് കണ്ട. ഞങ്ങൾ വിളിച്ചിട്ടൊന്നും അവൻ നിൽക്കണേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കിണറുണ്ട്. ഈ കിണറാണ് കേട്ടോ. ഈ കിണറിന് നല്ല ആഴമുണ്ട് കേട്ടോ. ഞാൻ പോയി നോക്കി കഴിഞ്ഞപ്പോൾ നല്ല ആഴമുണ്ട്. അപ്പോൾ ഈ കിണറ്റിലെ വെള്ളം കോരിയും കൊണ്ട് കുറേ പേരൊക്കെ അവിടെ നിന്ന് കുളിക്കുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർ തലയിലേക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഈ ഒരു വെള്ളം തലയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും രോഗങ്ങളും അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും എന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. ഞാനിപ്പോൾ വെറുതെ നോക്കി, നല്ല ആഴമാണ് കേട്ടോ കിണറിന്. അപ്പോൾ കുറേ ഇതൊക്കെ പാളയൊക്കെ ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ കോരി എടുക്കാം. അങ്ങനെ ഞാൻ വേറൊരാൾ കോരിയ വെള്ളത്തിൽ നിന്നാണ് ഞങ്ങളെല്ലാവരും മുഖം കഴുകി. പിന്നെ കൊച്ചിൻ്റെ തലയിലൊക്കെ പറ്റി. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നേർച്ച ഭക്ഷണം കിട്ടും. എപ്പോൾ ചെന്ന് കഴിഞ്ഞാലും നേർച്ച ഭക്ഷണം കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വീട്ടുകാർ അല്ലെങ്കിൽ ഒരു പള്ളിയിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ അവർ സ്പെഷ്യലായിട്ട് ഇതുപോലെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞി ചോറ് ഇത് വെച്ചിട്ട് ബാക്കി അവിടെ വന്ന വിശ്വാസികൾക്ക് കൊടുക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് കിട്ടിയത് ചോറാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. എന്നാലും നമ്മൾ അവിടുത്തെ നേർച്ചയല്ലേന്ന് വിചാരിച്ച് ചോറ് മേടിച്ചായിരുന്നു. ഞാൻ സിയോണിനും കൊടുത്തു. സിയാൻ പറഞ്ഞ് ഒരു വായ മാത്രം കഴിച്ചോളൂ. സിയാന് ചോറുണ്ണാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ ഞങ്ങൾ ആ ഒരു നേർച്ചയൊക്കെ കഴിച്ച് പിന്നെ എൻ്റെ ചോറ് ഞാൻ പപ്പയുടെയിലേക്ക് പകുതി തട്ടിക്കൊടുത്തു. കാരണം ഭക്ഷണം കളയാൻ പാടില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പിന്നെ മെയിൻ സ്ഥലം കളിപ്പാട്ടക്കടയാണ്. സിയാൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിയാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അവന് ഇല്ലാത്ത കളിപ്പാട്ടം ഏതാണോ അതാണ് അവൻ തപ്പി കണ്ടുപിടിക്കുള്ളൂ. അങ്ങനെ അവൻ കുറേ നേരം തപ്പി നോക്കിയിരുന്ന് അവൻ ഓരോ കാറുകളും ഒക്കെ പിടിക്കാൻ തുടങ്ങി. പക്ഷെ സിയാൻ്റെ പപ്പ വന്നു കഴിഞ്ഞപ്പോൾ സിയാന് കുറേ കാറും സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തതാണ്. അവന് അത് തന്നെ വേണം. പിന്നെ അവൻ അതുമേന്ന് അങ്ങോട്ട് വിടില്ല. പിന്നെ ഞാൻ കുറേ പറഞ്ഞ്
എന്താ പറയാ, ഓരോന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് അവിടുന്ന് ആ കളിപ്പാട്ട കടയിൽ നിന്ന് അവനെ മാറ്റി കൊണ്ടുവന്നു. പിന്നെ ഒരു തോക്കാണ് കേട്ടോ അവൻ എടുത്തത്. ഇത് വീഡിയോ ഒന്ന് ചെറുതായിട്ട് പോസായി വന്നിട്ടുണ്ട്. അത് ഞാൻ ആ കളിപ്പാട്ടം തപ്പാൻ പോണ സമയത്താണ്. പിന്നെ അതേ സിയോണിന് ഒരു പമ്പരം വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങളുടെ കുന്നേൽ പള്ളിയിലെ ആ ഒരു തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.